ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ടി ചിക്കൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചിക്കന് ഇഞ്ചിയും വെളുത്തുള്ളിയും നാരങ്ങ നീര്, മുളക് പൊടി, മഞ്ഞപ്പൊടി ഇത് ഇത്രയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ അരമണിക്കൂർ ചിക്കന് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും നാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. അരമണിക്കൂർ നമ്മൾ ചിക്കൻ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എണ്ണയിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം 2 സവാളയും കുറച്ച് പെരിഞ്ജീരകവും മല്ലിയിലയാണ് യൂസ് ചെയ്യുന്നത്. അവസാനം നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു ചിക്കൻ ഫ്രൈ സെറ്റ് ചെയ്തെടുക്കാൻ പോവാം. നമ്മൾ പാത്രം ചൂടായി കഴിഞ്ഞ് വെള്ളം വെച്ച് കഴിഞ്ഞ് ഓയിൽ ഒഴിക്കുക. ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി നമ്മൾ ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഓരോ പീസ് ഇട്ട് കൊടുക്കണം. നമ്മൾ ജ്യൂസും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ചിക്കന് കുറച്ച് ഒരു 10 മിനിറ്റിന് തിരിച്ചിട്ട് കൊടുക്കണേ. മുക്കാൽ ഭാഗം ഫ്രൈ ആയ ചിക്കന് നമ്മൾ കോരി മാറ്റി വെക്കണം കേട്ടോ. മുക്കാൽ ഭാഗം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ആ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റിയ എണ്ണയിലേക്ക് നമ്മൾ 2 സവാള ആഡ് ചെയ്യുക. പെരിഞ്ജീരകം, നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടത്. നന്നായിട്ട് ഇളക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. ചെറിയ ഫ്ലെയിമിൽ ചെയ്യണം കേട്ടോ, അല്ലെ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഗോൾഡൻ കളറിൽ പച്ചമണം മാറി ഗോൾഡൻ കളറായിട്ടുണ്ട്. ദെൻ ഇതിലേക്ക് നമുക്ക് മുക്കാൽ ഭാഗം കുക്ക്ഡായ ചിക്കൻ ഇട്ട് കൊടുക്കാം.
ചിക്കനകത്ത് നമ്മൾ ഓൾറെഡി മസാല പുരട്ടിയപ്പോൾ ഉപ്പും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ചിക്കൻ റോസ്റ്റ് പോലെ ആയി വരണം. ഈ എണ്ണയിലും ഈ ഓയിലിലും മസാല എല്ലാം കൂടെ കിടന്നിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യട്ടോ. ആവശ്യമുള്ളവർ യൂസ് ചെയ്താൽ മതി. നമ്മൾ ചെറിയ സ്പൂണിന് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ടൊമാറ്റോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. പറയാൻ നേരത്തെ വിട്ടുപോയതാണേ. സോയാ സോസ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തക്കാളിക്ക ഉണ്ടെങ്കിൽ തക്കാളിക്ക പീസാക്കി കട്ട് ചെയ്തിട്ടാലും മതി. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ തട്ടിക്കൂട്ടി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ട്രൈ ചെയ്താൽ മതി. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. നമ്മുടെ ക്യാമറാമാൻ ഒരെണ്ണം കൊടുക്കാൻ പോവാണേ. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല വെരി ടേസ്റ്റി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.